മറ്റേ മാസ് ഡയലോഗ് ഉണ്ടല്ലോ, ഞാനിങ് എടുക്കുക, ഇതെനിക്ക് വേണം, തൃശ്ശൂർ ഞാനിങ് എടുക്കുക, ആ ഒരു ഡയലോഗ് പറഞ്ഞു. നമുക്കത് മാസാണ്, സുരേഷ് എന്ത് ചെയ്താലും നമുക്കത് മാസാണ്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സോഷ്യൽ മീഡിയ അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ നമ്മളൊക്കെ അത് എൻജോയ് ചെയ്തു. പിന്നെ നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ നമ്മളത് മറ്റേ സുരേഷ് ഏട്ടന്റെ ആ പുല്ലേ അതൊക്കെ പറയുന്ന പോലെ ഞാൻ ഇതിങ്ങ് എടുക്കുക, എനിക്കിത് വേണം. അത് ഞാൻ കേൾക്കാറുള്ളപ്പോ രണ്ടാമത് പറഞ്ഞത് എനിക്ക് പറയാൻ തോന്നാറുണ്ട് അവരോട്. ട്രോളായിട്ട് ആദ്യത്തെ ആ സാധനം പറഞ്ഞോണ്ടിരിക്കുമ്പോ അവരോട് എനിക്ക് രണ്ടാമത് പറഞ്ഞ ആ സാധനം പറയാൻ തോന്നാറുണ്ട്. ആണോ? അപ്പൊ ഇത് ഇഷ്ടല്ലേ? ലൈക്ക് ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഗൂഗിളിന് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലേ? അതിനെ കളിയാക്കുന്ന രൂപേണ ആക്കിയത്. ഈ പുള്ളി എന്താണെന്ന് എനിക്കറിയാം, പുള്ളിയുടെ കപ്പാസിറ്റി എന്താണെന്ന് എനിക്കറിയാം, പുള്ളി എന്തൊക്കെ ചെയ്യുമെന്നും ചെയ്യില്ല എന്നും എനിക്കറിയാം. അപ്പൊ അങ്ങനത്തെ ഒരാളെ ഈ ഒരു വാചകം കാരണം അത് വെച്ച് ഒരുപാട് ടോണ്ട് ചെയ്യുന്നത് മകൻ എന്നുള്ള നിലയിൽ എനിക്കൊട്ടും സുഖിച്ചിട്ടില്ല. അതില് പുള്ളി എന്താ ഉദ്ദേശം എന്നുള്ളതല്ല, ബാക്കി പാർട്ടിക്കാരായാലും അത് നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാര് അതിനെ ആ സെൻസിലല്ല എടുത്തത്, അതിനെ ഒരു വേറെ എന്തോ ഒരു സെൻസിലാണ് എടുത്തത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, അപ്പൊ അച്ഛന്റെ പാത പിന്തുടർന്ന് ഇനി രാഷ്ട്രീയത്തിലോട്ട്, പൊളിറ്റിക്സിലോട്ട് ഇറങ്ങാനുള്ള സാധ്യതയുണ്ടോ? ഒരിക്കലില്ല, എനിക്ക് തോന്നുന്നില്ല എനിക്ക് അതിനുള്ള ആളാണെന്നോ. ഇപ്പഴല്ല, കുറച്ചൊക്കെ കഴിഞ്ഞിട്ട്. അത് എനിക്കിപ്പം പറയാനായിട്ട് പറ്റില്ല. അച്ഛനിൽ നിന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ അച്ഛനിൽ ഏറ്റവും അഡോർ ചെയ്യുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും? ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഹാർഡായിട്ട് എടുക്കാതിരിക്കുക. ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അപ്പം അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. അതിനെ ഒരുപാട് ഹാർഡായിട്ട് ഉള്ളിലോട്ട് എടുത്ത് നമുക്ക് അപ്പോൾ ഉള്ള സമാധാനവും കൂടെ നഷ്ടപ്പെടുത്തി നമ്മൾ വേറൊരു മോഡിലോട്ട് പോകാതിരിക്കുക. സിബ്ലിങ്സിൽ ഇനി അടുത്ത ഫിലിമിലോട്ട് വരാൻ സാധ്യതയുള്ള ആളാരാണ്? എൻ്റെ ഇളയ അനിയൻ അച്ഛൻ്റെ കൂടെ JSK എന്ന് പറഞ്ഞ സിനിമയിൽ ഡെബ്യൂ ചെയ്തിട്ടുണ്ട്. കൂടാതെ അവൻ നായകനായിട്ട് വേറൊരു സിനിമ ഇപ്പൊ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ അച്ഛൻ്റെ കൂടെ സിനിമ ചെയ്തപ്പം ആളുടെ ഒരു എക്സൈറ്റ്മെന്റോ അല്ലെങ്കിൽ ആളുടെ ഒരു ഫീലിംഗ് എന്തായിരുന്നു? ഹാപ്പി ആയിരുന്നോ ആള്? എനിക്ക് അങ്ങനെ അധികം റീഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെതായ കുറച്ച് ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്തും ഞാൻ കുറച്ച് ടെൻഷനിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ എനിക്ക് കുറച്ച് വ്യത്യാസം തോന്നിയത് സുരേഷ് ഗോപിയുടെ അടുത്ത് ഗോകുൽ കംഫർട്ടബിൾ ആവുന്നതിനേക്കാളും പാപ്പൻ്റെ അടുത്ത് മൈക്കിൾ കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷെ കട്ട് വിളിക്കുമ്പോൾ എനിക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് മാറി നിൽക്കുന്നു. ഓക്കെ, അങ്ങനെ എന്താ ഒരു അകൽച്ച മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അകൽച്ച അല്ല, അതൊരു ഒരു റെസ്പെക്ട്ഫുൾ ബൗണ്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഈ സിനിമയുടെ നേരത്തെ പറഞ്ഞ പോലെ ഈ കഷ്ടപ്പാടുകൾ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് എൻ്റെ അച്ഛനൊരു താരമാണല്ലോ, അപ്പോൾ വലിയ കഷ്ടപ്പാടുകളൊന്നും കാണില്ല, അങ്ങനെ വേറെന്തോ ഒരു ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഈ പണിയിലോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് അതിൻ്റെ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളൊക്കെ എനിക്ക് മനസ്സിലായി. എങ്ങനെയാണ് ആളവിടം വരെ എത്തിയെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഏകദേശം, എന്തുകൊണ്ട് എനിക്ക് അതേപോലെ പറ്റുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് കണക്ക് കൂട്ടാമല്ലോ, എന്തൊക്കെ തരണം ചെയ്തിട്ടായിരിക്കും ഇവരൊക്കെ, ഈ മഹാരഥന്മാരെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടാവുക.